ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ നമ്മുടെ റമദാൻ സീരീസിൻ്റെ രണ്ടാമത്തെ റെസിപ്പി വെജ് സമൂസയാണ്. അപ്പോൾ സമൂസ ഇല്ലാതെ എന്ത് നോമ്പ് തുറ അല്ലേ? ആദ്യം നമുക്ക് ഉരുളക്കിഴങ്ങും ക്യാരറ്റൊക്കെ ഒന്ന് ചെറുതായിട്ട് കട്ട് ചെയ്തെടുക്കണം. എന്നിട്ട് അതൊരു കുക്കറിലോട്ട് ഇട്ട് കൊടുക്കാം. അപ്പോൾ കുക്കറിലോട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് ഒരല്പം വെള്ളവും ആവശ്യത്തിനുള്ള ഉപ്പൂടെ വേവിച്ച് നമുക്കിതൊന്ന് വേവിച്ചെടുക്കണം. അപ്പോൾ ഒരു 2 വിസിൽ വരുന്നവരെയാണ് നമ്മളിത് വേവിച്ചെടുക്കുന്നത്. ഇനി നമുക്കിതിന് വേണ്ടിയുള്ള ഫില്ലിങ് തയ്യാറാക്കിയെടുക്കാം. ആദ്യം ഒരു ചട്ടി വെച്ചെടുത്ത ശേഷം അതിലേക്ക് എണ്ണ ഒഴിച്ചു കൊടുക്കണം. എണ്ണ നന്നായിട്ട് ചൂടായി വന്ന ശേഷം അതിലേക്ക് നമുക്ക് സവാള ഇട്ട് കൊടുക്കാം. സവാള ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്തെടുത്തതാണ്. അതും കൂടി ഇട്ട് കൊടുത്ത് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കണം. ഇനി നമ്മളിതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് വെളുത്തുള്ളി, ഇഞ്ചി, പച്ചമുളക് ഇതെല്ലാം ഒന്ന് ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്തെടുത്തതാണ്. അതും കൂടി ചേർത്ത് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. ഇനി ഉള്ളിയൊക്കെ നന്നായിട്ടൊന്ന് വഴണ്ട് വരണം. ഇനി നമുക്കിതിലേക്ക് ഒരു അല്പം കറിവേപ്പിലയും കൂടി ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്തിട്ട് കൊടുക്കാം. മല്ലിയില ഉണ്ടെങ്കിൽ അത് ഇട്ട് കൊടുക്കാവുന്നതാണ്. എൻ്റെ കയ്യിലില്ല, അതുകൊണ്ട് ഞാൻ ഇട്ട് കൊടുക്കുന്നില്ല. അപ്പോൾ ഇതാ കറിവേപ്പിലയും കൂടി ഇട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുത്തിട്ടുണ്ട്. ഇനി ഉള്ളി നന്നായിട്ടൊന്ന് വഴണ്ട് വന്നതിന് ശേഷം നമുക്കിതിലേക്ക് മസാലകൾ ചേർത്ത് കൊടുക്കാം. ആദ്യം 1/2 സ്പൂൺ മഞ്ഞൾപ്പൊടി, 3/4 സ്പൂൺ കുരുമുളക് പൊടി, 1/2 സ്പൂൺ ഗരം മസാല, ആവശ്യത്തിനുള്ള ഉപ്പ് ഇതെല്ലാം കൂടിയിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. ഈ മസാലയുടെയൊക്കെ ഒരു പച്ചമണം മാറി വരുന്നതിന് നമുക്ക് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. ഇതാ ഈ സമയം കൊണ്ട് തന്നെ നമ്മുടെ ക്യാരറ്റും അതുപോലെ തന്നെ ഉരുളക്കിഴങ്ങൊക്കെ വെന്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇത് ഉള്ളിയുടെ മിക്സിലോട്ട് ഇട്ട് കൊടുക്കാം. അപ്പോൾ ഇതാ ഉള്ളിയുടെ മിക്സിലോട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നന്നായിട്ടൊന്ന് ഇളക്കി കൊടുത്ത് ഇതിനകത്ത് നന്നായിട്ടൊന്ന് മസാലയൊക്കെ പിടിച്ച് വരുന്നതുവരെ നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. ഈ സമയത്ത് ഉപ്പ് നോക്കിയിട്ട് ഉപ്പില്ലെങ്കിൽ നമുക്ക് ഇട്ട് കൊടുക്കാവുന്നതാണ്. അപ്പോൾ ക്യാരറ്റൊക്കെ നന്നായിട്ട് ഇതാ ഉടഞ്ഞ് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് സമോസ ഷീറ്റിലോട്ട് നമുക്കിതൊന്ന് ഫില്ല് ചെയ്തെടുക്കാവുന്നതാണ്. അപ്പോൾ ഇതാ സമോസ ഷീറ്റ് എടുത്തിട്ട് ആദ്യം ഇതുപോലെ ഒന്ന് ഫോൾഡ് ചെയ്തിട്ട് ഇതിനകത്ത് ആ ഉരുളക്കിഴങ്ങിൻ്റെ മിക്സ് നമുക്ക് വെച്ച് കൊടുക്കാം. എന്നിട്ട് വീണ്ടും ദാ ഇതുപോലെ ഒന്ന് ഫോൾഡ് ചെയ്തെടുക്കാവുന്നതാണ്. എന്നിട്ട് ഇതിൻ്റെ തുമ്പത്ത് ഒന്നേ മൈദപ്പശ അല്ലെങ്കിൽ വെള്ളം, ഞാനിവിടെ സാധാ നോർമൽ വാട്ടറാണ് യൂസ് ചെയ്ത് ഇതുപോലെ ഒന്ന് ഒട്ടിച്ചെടുക്കുന്നത്. ഇതുപോലെ തന്നെ ബാക്കിയുള്ള സമോസകളും നമുക്കൊന്ന് ഫോൾഡ് ചെയ്തെടുക്കാം. അപ്പോൾ ഇതാ ഞാൻ സമോസകളെല്ലാം ഒന്ന് ഫോൾഡ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. ആദ്യം ഒരു ചട്ടി വെച്ച് കൊടുത്ത ശേഷം അതിലേക്ക് എണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. സൺഫ്ലവർ ഓയിലാണ് ഞാനിവിടെ ഫ്രൈ ചെയ്തെടുക്കാൻ പോകുന്നത്. എണ്ണ നന്നായിട്ട് ചൂടായി വന്നതിന് ശേഷം നമുക്ക് സമോസകൾ ഓരോന്നായിട്ട് ഇതിലോട്ടൊന്ന് ഇട്ട് കൊടുക്കാം. എണ്ണ നന്നായിട്ട് ചൂടായി വന്നതിന് ശേഷം മാത്രമേ നമ്മളിത് പൊരിച്ചെടുക്കാവൂ, എന്നാലേ പെട്ടെന്നൊന്ന് ഫ്രൈ ആയി വരത്തുള്ളൂ. അപ്പോൾ ഇതാ ഇതിൻ്റെ ഒരു സൈഡ് ഒന്ന് മൂത്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് തിരിച്ചിട്ട് കൊടുക്കാവുന്നതാണ്. അപ്പോൾ എണ്ണ ചൂടായി വരുമ്പോൾ തന്നെ ഇട്ടാൽ പെട്ടെന്ന് ഇതൊന്ന് ഫ്രൈ ആയി വരുന്നതാണ്. എണ്ണ നന്നായിട്ട് ചൂടായി വന്നതിന് ശേഷം മാത്രമേ നമ്മൾ ഇതിട്ട് കൊടുക്കാവൂ. അപ്പോൾ ഇതാ ഇതിൻ്റെ 2 സൈഡ് നന്നായിട്ടൊന്ന് മൂത്തൊരു ഗോൾഡൻ കളറായിട്ട് വന്നിട്ടുണ്ട്. ഇനി നമുക്കിത് കോരി മാറ്റി കൊടുക്കാവുന്നതാണ്. ഇതുപോലെ തന്നെ നമുക്ക് ബാക്കിയുള്ളതും കൂടെ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം. അപ്പോൾ റംസാൻ നമുക്ക് ഉണ്ടാക്കാൻ പറ്റിയ വളരെ എളുപ്പത്തിലുള്ള സ്നാക്സാണ് സമോസ. അതുപോലെ തന്നെ കുട്ടികൾക്കൊക്കെ വളരെ ഇഷ്ടപ്പെടുന്നൊരു സ്നാക്സാണ്. അപ്പോൾ ഇതൊന്ന് മൂത്ത് വരുമ്പോൾ നമുക്ക് കോരി മാറ്റി കൊടുക്കാവുന്നതാണ്. അപ്പോൾ നമ്മുടെ വളരെ ടേസ്റ്റി ആയിട്ടുള്ള സമോസ എല്ലാം ഇവിടെ തയ്യാറായിട്ടുണ്ട്. അപ്പോൾ ഉള്ള നല്ല സോഫ്റ്റും പുറം നല്ല ക്രിസ്പിയുമായിട്ടുള്ള സമോസയാണിത്. അപ്പോൾ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. അതുപോലെ തന്നെ ഫീഡ്ബാക്ക് അറിയിക്കാനും മറക്കല്ലേ. ഇഷ്ടപ്പെട്ട ചാനൽ ഒന്ന് സപ്പോർട്ട് ചെയ്യണം. അതുപോലെ തന്നെ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കല്ലേ. ഇതുപോലുള്ള റെസിപ്പിയുമായിട്ട് ഇനിയും കാണുന്നവരെ ബൈ ആൻഡ് താങ്ക് ഫോർ വാച്ചിങ്.